നമസ്കാരം. ക്യാപ്ചറിൽ ഞങ്ങൾ സാധാരണയായിട്ട് ലാർജ് സ്കെയിൽ പ്രോജക്റ്റുകളാണ് ചെയ്തുകൊണ്ട് വരുന്നത്. ലൈക്ക് ഹോസ്പിറ്റാലിറ്റി, കമേഴ്ഷ്യൽ, അതുപോലെ തന്നെ സ്പീഡായിട്ട് ചെയ്യേണ്ട ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രോജക്റ്റുകളാണ്. വളരെ ചുരുക്കം റെസിഡൻഷ്യൽ പ്രോജക്റ്റുകളാണ് ക്യാപ്ചറിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതുപോലുള്ളൊരു സ്പെഷ്യൽ പ്രോജക്റ്റ്, റെസിഡൻഷ്യൽ പ്രോജക്റ്റിൻ്റെ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. കേരളത്തിലെ തന്നെ മലയാള സിനിമയുടെ തന്നെ മികച്ച തിരക്കഥാകൃത്തായ ബോബി സഞ്ജയ് ടീമിലെ സഞ്ജയ് സാറാണ് കൂടെയുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു ഡുപ്ലക്സ് ഫ്ലാറ്റ് കൊച്ചി കടവന്ത്രയിൽ കഴിഞ്ഞ വർഷം ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഈ പ്രൊജക്റ്റ് ആക്ച്വലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൊച്ചിയിലെ തന്നെ ഒരു പയനിയറായിട്ടുള്ള ഡിസൈനറായിട്ടുള്ള ബെന്നി സക്കറിയ സാറാണ്. അദ്ദേഹത്തിൻ്റെ സെസ്റ്റ് ഡിസൈൻസാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കംപ്ലീറ്റ് കോൺട്രാക്റ്റിംഗ് ചെയ്തത് ഞങ്ങളാണ്. ഈ പ്രൊജക്റ്റിൻ്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. വെൽക്കം സർ. താങ്ക് യു സർ. എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു ഒരു വർഷത്തോളം എടുത്തു ഈ ഒരു പ്രൊജക്റ്റ് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിവിടെ ട്രാവൽ ചെയ്ത ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു സർ? അതൊന്ന് ഷെയർ ചെയ്യാമോ? ഷിജേഷിനോട് ആദ്യം ചോദിച്ച ചോദ്യം എന്താണ് ഷിജേഷ് ഓർക്കുന്നില്ല. ഷിജേഷ് നമ്മൾ ആദ്യം ഫോൺ ചെയ്തു. ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ഷിജേഷിനോട് ഫസ്റ്റ് ചോദിച്ച ചോദ്യം വാട്ട് ഡു യു വോണ്ട് എന്നാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നാണ് ചോദിച്ചത്. അതായത് ആ ചോദ്യത്തിലെല്ലാം ഉണ്ടായിരുന്നു. ഒരു ഹോം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പറ്റിയായിരുന്നു ഷിജേഷിന് അറിയേണ്ടത്. ശരിക്കും നമ്മുടെ ട്രാവൽ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ഇപ്പം ബെന്നി ഇതിൻ്റെ ഡിസൈൻ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഷിജേഷിനെയാണ് ഏൽപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമുക്കുണ്ടാകുന്ന ഒരു പേടി സത്യം പറഞ്ഞാൽ ഇതായിരുന്നു. ദുബായിലും ബാംഗ്ലൂരിലും ഒക്കെ കൺസ്ട്രക്ഷനുള്ള ആളാണ് ഷിജേഷ്. എന്ന് മാത്രമല്ല ഹോസ്പിറ്റൽസും വലിയ വലിയ ഹോട്ടലുകളും ഒക്കെ ചെയ്യുന്നതിനിടയ്ക്ക് ഇതിനുള്ള സമയം ഷിജേഷ് ഉണ്ടാവും എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു സംശയം. പക്ഷെ അത് കഴിഞ്ഞുള്ള നമ്മുടെ ട്രാവൽ ഷിജേഷ്, ഞാൻ ഇതിനു മുമ്പ് ഷിജേഷിനോട് പറയാത്ത കാര്യം ഇപ്പോൾ പറയുകയാണ്. ഈ ഒരു ഹൗസ് അല്ല, ഒരു ഹോമാണ് ബിൽഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഷിജേഷ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞങ്ങളിൽ നിന്ന് ശരിക്കും ആൻസേഴ്സ് എടുക്കുകയായിരുന്നു ഷിജേഷ്. അതായത് നമ്മൾ ഓർക്കുന്നില്ലേ, കയറി വരുന്ന ആ ഡോറ് മുതൽ ഇവിടം വരെയുള്ള ഓരോ കാര്യങ്ങളും ഷിജേഷ് ഇങ്ങനെ ചെയ്തു. അപ്പം നമ്മൾ ഏറ്റവും യൂട്ടിലിറ്റി മിനിമലിസം ഈ രണ്ട് സാധനങ്ങളായിരുന്നു ഞങ്ങൾക്ക് വേണ്ടത്. അതിന് ഏറ്റവും ഭംഗിയായിട്ട് ഷിജേഷ് ഞങ്ങൾ പറഞ്ഞു തന്നു എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്, അതായത് വീട് പണിയുന്ന അല്ലെങ്കിൽ ഫ്ലാറ്റ് ചെയ്യുന്ന ആരും ചിന്തിക്കുന്ന ഒരു കാര്യം, ശരിക്കും പറഞ്ഞാൽ എൻ്റെ മെറ്റീരിയൽസ്, ഇതിൻ്റെ മെറ്റീരിയൽസ് എന്ന് പറയുന്ന കാര്യം നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒന്ന് രണ്ട് ഓപ്ഷൻസ് വെച്ച് ഞങ്ങൾ അതുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഷിജേഷാണ് ഞങ്ങളെ വിളിച്ച് പറയുന്നത്, ഇതേ ക്വാളിറ്റിയിൽ ഇതിൻ്റെ ഭയങ്കരമായ എക്സ്പെൻസ് കുറഞ്ഞ ഓപ്ഷൻസ് നമുക്കുണ്ടെന്നുള്ളത് ഷിജേഷാണ് പറയുന്നത്. ശരിക്കും ഷിജേഷ് എന്ന് പറയേണ്ട ഒരു കാര്യമില്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് അതിൽ ഞങ്ങളത് വാങ്ങിയേനെ ചിലപ്പോൾ പക്ഷേ അത് ഷിജേഷ് ഞങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു എക്സ്പീരിയൻസിൽ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഷിജേഷ്. ഇതിപ്പോൾ ഞാൻ ഒരിക്കലും ഇത് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ടോ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടോ അല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ വളരെ ഹൃദയത്തിൽ നിന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇത് ഓരോ കോണിലും ഷിജേഷിന് കണ്ടു ചെന്നിട്ടുണ്ട്, ഓരോ കോണിലും. പിന്നെ എനിക്ക് ഏറ്റവും തോന്നിയത് ഇത് നമ്മൾ ചെയ്തെടുക്കാൻ എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം കുറച്ച് സമയം എടുത്തിട്ടാണല്ലോ ചെയ്തത്. അങ്ങനെ രണ്ട് കാര്യങ്ങളിലേക്ക് ഇപ്പോഴും ചെയ്തത്. ഞാൻ ഷിജേഷിനെ വിളിച്ചു, ഷിജേഷ് ഞങ്ങളൊരു ജാനുവരി ഒന്ന് പ്ലാൻ ചെയ്യാണ്. അപ്പോൾ ഷിജേഷ് പറയുകയാണ്, എന്തിനാണ് ജാനുവരി, നമുക്ക് ഡിസംബറിലാക്കി കൂടെ. സാധാരണ എങ്ങനെ ജാനുവരി എന്നുള്ളത് ഫെബ്രുവരി ആക്കാമെന്നുള്ളതാണല്ലോ നോക്കുന്നത്. ഇത് ശരിക്കും ഞങ്ങൾ ഡിസംബർ എന്നുള്ളതിൽ ഈ ഫ്ലാറ്റിൽ കയറി താമസിക്കാനുള്ള ഒരേ ഒരു കാരണം ഷിജേഷാണ്. 100% അത് എവിടെയും പറയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ മുമ്പോട്ട് പോകുമ്പോൾ ഈ കയറി താമസിക്കുന്നതിന് മുമ്പ് ഷിജേഷ് ഒരിക്കൽ ഫ്ലാറ്റ് കാണാമെന്ന് ചില സ്ഥലങ്ങളിൽ ഡിസ്കളറേഷനായി പോയിട്ടുണ്ടായിരുന്നു, ചില സ്ഥലത്ത് ക്രാക്കുകളുണ്ടായിരുന്നു, ഞങ്ങൾ പോലും കണ്ടിട്ടില്ല. ഇങ്ങനെ വരുന്ന ഒരാൾക്ക് കണ്ണടച്ച് പോയി ഇവർ തീർക്കട്ടെ എന്ന് വിചാരിക്കുന്നിടത്ത് ഷിജേഷ് പറഞ്ഞു അങ്ങനെയല്ല, ഈ പറഞ്ഞതെല്ലാം നമുക്കിതിനുള്ള പരിഹാരങ്ങളുണ്ട് എന്ന് പറഞ്ഞു തന്നത്. അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബെന്നിയോട് ഞാൻ താങ്ക്സ് പറയുന്നത്, ഷിജേഷിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഇവിടെ കണ്ട എല്ലാ സുഹൃത്തുക്കളാണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ഒക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നു. പിന്നെ ഓർക്കുന്നുണ്ടോ ഷിജേഷ്, നമ്മൾ സ്റ്റോറേജ് സ്പേസ് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ ശരിക്കും ചെറിയൊരു ഹോം തിയേറ്റർ പ്ലാൻ ചെയ്തപ്പോൾ അതിൻ്റെ പിന്നിലൊരു സ്പേസ് ഉള്ളത് ഞങ്ങൾ വെറുതെ വിട്ടപ്പോൾ ഷിജേഷാണ് ഞങ്ങളോട് പറഞ്ഞത്, ഇവിടെയും കൂടെ നമുക്ക് സ്റ്റോറേജിന് ഉപയോഗിച്ചുകൂടെ. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് ചോദിച്ച്, അതായത് ഷിജേഷിൻ്റെ വീട് പോലെ എന്നുള്ളത്, ഇങ്ങനെയാണോ എല്ലാം ചെയ്യുന്നത്? സർ, ഞങ്ങളുടെ ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക
ക്ലയൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് അവരുടെ പർപ്പസിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ എൻഡ് യൂസർ അവരാണ്. ഇപ്പോൾ എന്തെങ്കിലും കാട്ടി വെച്ചിട്ട് പോകുക എന്നുള്ളതിലുപരി എന്താണ് അവർക്ക് അവിടെ യൂസ്ഫുൾ ആകുന്നത്, അപ്പോൾ അതിന് പറ്റുന്ന നമ്മളുടെ ഈ ഒരു എക്സ്പീരിയൻസിലുള്ള അറിവുകൾ ഞങ്ങൾ ക്ലയൻറ്റുമായിട്ടും കൂടി ഷെയർ ചെയ്യും. അതാണ് പൊതുവേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഈ ലെവലിൽ തന്നെയുള്ള ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട് സർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ വളരെ കുറച്ച് റെസിഡൻഷ്യൽ എടുക്കാൻ തന്നെ കാരണം നമ്മളൊരു ഹോസ്പിറ്റാലിറ്റി പ്രൊജക്റ്റ് ചെയ്യുന്ന പോലെ അല്ല റെസിഡൻഷ്യൽ ചെയ്യുമ്പോൾ. കാരണം ക്ലയൻറ്റ് എത്രയോ ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു ഹോം എന്ന് പറയുന്നതിൻ്റെ ടേം തന്നെ എങ്ങനെയാണല്ലോ. അപ്പോൾ അതിൽ എനിക്ക് എത്താൻ പറ്റാതിരിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ കൂടുതൽ റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് എടുക്കാതെ. എനിക്ക് കൂടി ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ റെസിഡൻഷ്യൽ, അതുകൊണ്ടാണ് ഇത്ര ഒരു ക്വാണ്ടിറ്റി കുറഞ്ഞു വരുന്നത് റെസിഡൻഷ്യൽ. അതുപോലെ തന്നെ അതിനേക്കാൾ ഷിജേഷിൻ്റെ ടീം ഉണ്ടല്ലോ, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കാരണം നമുക്ക് ഏത് എപ്പോൾ വിളിച്ചാലും വിതിൻ അവേഴ്സ് അവരുണ്ട്. ഈ പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ ഫോയേഴ്സിൻ്റെ കളറ് അതിൽ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഞങ്ങൾക്ക് വന്നപ്പോൾ അത് ഞങ്ങളൊരു കളറുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അതിനകത്തെ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട് കാണിച്ചു തന്നത് ടീമാണ്. കേർട്ടൻസിൻ്റെ കളറായിക്കോട്ടെ, ഇതിലൊക്കെ ഞങ്ങളൊരു കളർ ചൂസ് ചെയ്യുമ്പോൾ ഓക്കെ ഈ കളർ നല്ലതാണ്, അതിൻ്റേതായ കുറവുകളും കൂടുതലും ഇങ്ങനെയും കൂടെ ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഓപ്ഷൻസ് നമുക്ക് തരിക എന്ന് പറയുന്ന ഒരു ടീം ക്യാപ്ചറിൻ്റെ ഒരു വലിയ ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം എടുത്തു പറയേണ്ട പേര് ടിജോയാണ്. കാരണം ടിജോയ് ഞങ്ങളെക്കാൾ കൂടുതൽ ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ആദ്യം മുതൽ അവസാനം വരെ ടിജോയ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫോളോ അപ്പ്, അതായത് നമ്മൾ ഈ ഫ്ലാറ്റിൽ താമസിക്കാൻ തുടങ്ങുന്നു, ഫ്ലാറ്റിൽ താമസിക്കുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ താമസം തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഷിജേഷിനെ വിളിക്കും. 2 ആഴ്ച കൂടുമ്പോൾ ഷിജേഷിനെ വിളിച്ചിട്ട് സാറേ എല്ലാം ഓക്കെ ആണോ, എന്തെങ്കിലും ഉണ്ടോ പറഞ്ഞാൽ. ഇന്ന് രാവിലെ അറിയാമല്ലോ, ഒരു ഫ്ലാറ്റിൽ ആദ്യമായിട്ട് താമസിച്ച് തുടങ്ങി കഴിയുമ്പോഴാണ് ചില കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുന്നത്. ഇന്ന് രാവിലെയും ഷിജേഷ് 2 പേരെ ഇങ്ങോട്ട് അയച്ചു, അല്ലേ? അത് ഷിജേഷിന്റെ ഏരിയയിൽപ്പെട്ട വർക്ക് പോലും ആയിരുന്നില്ല, മറ്റൊരാൾ ചെയ്ത ഒരു വർക്കിൽ ഒരു ചെറിയ ഇതുണ്ടായപ്പം ഞാൻ ഷിജേഷ് വിളിച്ചപ്പോൾ വിതിൻ അവേഴ്സാണ് അവിടെ ആൾ വന്ന് ചെയ്തത്. അപ്പോൾ ആ ഫോളോ അപ്പ് ഉണ്ടല്ലോ, ആ ഫോളോ അപ്പ് ഭയങ്കര നമുക്ക് എപ്പോൾ വിളിച്ചാലും. അന്ന് ഷിജേഷ് എന്നോട് പറഞ്ഞൊരു വാക്ക് ഞാൻ മറക്കുകയില്ല. അതായത് ഞാൻ ഷിജേഷിനോട് കയറി താമസിച്ചതിൻ്റെ പിറ്റേന്ന് പറഞ്ഞു, ഷിജേഷേ ഇത് നമ്മുടെ ജോലി തീർന്നിട്ടില്ല, നമുക്ക് ഇനി മുമ്പോട്ടും ഷിജേഷിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണം. അപ്പോൾ ഷിജേഷ് പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ കമ്പനിയുടെ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ഗ്യാരണ്ടിയാണ്. ഒരു ഗ്യാരണ്ടി പീരീഡ് കഴിഞ്ഞ് ഞങ്ങൾ വരാതിരിക്കുന്നില്ല, അൺലിമിറ്റഡ് ഗ്യാരണ്ടി എന്നൊരു കാര്യം പറഞ്ഞു. അപ്പോൾ ഇപ്പോഴും ഷിജേഷ് എന്താ എന്നോട് ഇപ്പോൾ ചോദിക്കുന്നത്, ഇപ്പം നമ്മൾ അറിയുന്നപ്പോഴും ഷിജേഷിനോട് ചോദിച്ച ചോദ്യം എന്താ, ആർ യു ഹാപ്പി, വാട്ട് ഡു യു വോണ്ട് എന്ന് ചോദിച്ച പോലെ ആർ യു ഹാപ്പി. അപ്പോൾ എനിക്കിവിടെ എന്താ പറയാനുള്ളത്, യെസ് ഷിജേഷ്, ഐ ആം ഹാപ്പി, വെരി വെരി ഹാപ്പി. സർ ആക്ച്വലി ഞാൻ ഒരു ക്ലയൻറ്റിൻ്റെ ഒരു റിലേഷൻ ബിൽഡ് ചെയ്യുമ്പോൾ ഞാനൊരു ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടാവുക എന്നല്ല, ഒരു സിംഗിൾ ട്രാൻസാക്ഷനെ കൊണ്ട് ഒരു ക്ലയൻറ്റ് ബിസിനസ് തീർക്കുക എന്നുള്ളതിലുപരി ഒരുപാട് ട്രാൻസാക്ഷൻ ക്ലയൻറ്റുമായിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ഉണ്ടാക്കുക, അതിന് ഏതൊരു സിംഗിൾ ഡീലിനേക്കാളും അത് ഭയങ്കര വിലമതിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതും ബിൽഡിങ് എ ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് വിത്ത് ക്ലയൻറ്റ് എന്നുള്ള വസ്തുതയാണ്. അത് തന്നെയാണ് ശേഷം ഞാൻ ഞാനങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ആളാണ്, സോഷ്യൽ മീഡിയയിലില്ല. ഈവൻ ഈ മീഡിയ ആയിട്ടുള്ളതുപോലെ നമ്മുടെ സിനിമ റിലീസാകുന്ന സമയത്തുള്ള എന്തെങ്കിലും ഇൻ്റർവ്യൂസ് ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഇത് കേട്ടിട്ട് മനു അശോകൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം നമ്മുടെ ഒരു പടം ചെയ്യുന്ന ഡയറക്ടറുണ്ട്, അപ്പം അദ്ദേഹം എന്നെ രാവിലെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇതുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, സഞ്ജാട്ടിനെ അങ്ങനെയൊക്കെ കൊടുക്കുവോ, അങ്ങനെയൊക്കെ സ്വന്തം വീട് അങ്ങനെ കൊടുക്കുമോ എന്ന് ചോദിച്ചു. അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഷിജേഷ്. സാർ അപ്പം മൊത്തത്തിൽ ക്യാപ്ചറിൻ്റെ അതുപോലെ തന്നെ ഞങ്ങളുടെയൊക്കെ ഇൻവോൾവ്മെൻറ്റിൽ സാറ് ഹാപ്പിയാണ്, ഈ പ്രൊജക്റ്റിൽ സാറ് ഹാപ്പിയാണ് അല്ലേ? ശേഷം നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഈ ബുക്ക് ഷെൽഫിൻ്റെ മുമ്പിലാണല്ലോ. എനിക്ക് ഈ വൈറ്റ് വേണമെന്ന് ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ പലരും പറഞ്ഞു വൈറ്റ് ഇട്ടാൽ പെട്ടെന്ന് പൊടി വയ്ക്കുന്നത് ശരിയായിരിക്കും. അപ്പോൾ അത് വേണ്ടയോ വേണോ എന്നുള്ളത് ഞാനും എല്ലാവരും കൂടെ ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷിജേഷാണ് വന്നത്. ഷിജേഷ് പറഞ്ഞത് ഇതാണ് ആദ്യം മനസ്സിൽ വന്നതെങ്കിൽ, ഇതാണ് ടേസ്റ്റ് എങ്കിൽ ഈ പറഞ്ഞാൽ ഇതുമായിട്ട് മുമ്പോട്ട് പോകണം എന്നുള്ളത്. അതുപോലെ ഞാൻ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ വീട്ടിലിരുന്നാണ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് എഴുത്തിനും ഒക്കെ നല്ല അന്തരീക്ഷമായിരിക്കണം. ശേഷം ഞാൻ ഹാപ്പിയാണെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്നറിയോ, നമ്മൾ ഒരിടത്ത് പോയാൽ, പുറത്ത് പോയാൽ തിരിച്ച് വരാൻ നമ്മൾ ആഗ്രഹിക്കുന്ന സ്പേസ് ആയിരിക്കണം നമ്മുടെ വീട്, അല്ലേ? തിരിച്ച് അങ്ങോട്ടാണല്ലോ വരുന്നത് നമ്മൾ. ഇത് ആ ഹാപ്പിനെസ് പറഞ്ഞാൽ തീരാത്തത്ര ഹാപ്പിയാണ്. പക്ഷെ ഷിജേഷിനോടൊരു കംപ്ലൈൻറ്റ്, ഒരു പരാതി മാത്രം ഷിജേഷിനോട്. എന്താണ് സാർ അത്? അതായത് ഷിജേഷ് ഇപ്പം എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ്, ഷിജേഷ് ഹോട്ടൽസും
ഹോസ്പിറ്റൽസ് മാത്രം ചെയ്യുകയും ഈ റെസിഡൻഷ്യൽ ഇതെന്ന് പറയുന്നതിൻ്റെ ശ്രദ്ധ കുറയ്ക്കുന്നതിനോടും ഒരു പരാതിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പേർക്ക് ഇങ്ങനത്തെ അഡ്വൈസസ് അതിൻ്റെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആവശ്യമുള്ള ഒത്തിരി പേരുണ്ട്. അപ്പോൾ അത് എനിക്ക് ഷിജേഷോടൊരു എനിക്കറിയാം, ഈ പറഞ്ഞ വലിയ വലിയ പ്രോജക്റ്റുകളാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പം എനിക്കറിയാം, ഇപ്പം ദുബായിൽ ഓഫീസർ വലിയ പ്രോജക്റ്റാണ് ചെയ്യുന്നറിയാം. പക്ഷേ ഇതും കൂടെ ഒന്ന് വരാൻ. തീർച്ചയായും സർ, തീർച്ചയായും അതിലേക്കുള്ളൊരു മുന്നോട്ടുള്ളൊരു പ്ലാനുമായിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. ഒബ്വിയസ്ലി ഒരു 1-2 മാസത്തിനുള്ളത് ചെയ്യാം സർ. അതൊരു അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട്. എനിക്കൊരൊറ്റ ഇതേ പറയാനുള്ളൂ, ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ സുഹൃത്തുക്കളോ ആരെങ്കിലും ഞാനൊരു വീട് വെക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം കൊടുക്കുന്ന നമ്പർ ഷിജേഷിന്. താങ്ക് യു സർ, ഗ്രേറ്റ്. ഓക്കെ, താങ്ക് യു സർ. വളരെയധികം സന്തോഷം സർ സംസാരിച്ചത്.